ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയിലെ ഒരു തൂക്കുവിളക്കാണ് കേട്ടോ. ഒരു അടിപൊളി നിലവിളക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് കാണുക. നല്ല ഭംഗിയുള്ള ഒരു തൂക്കുവിളക്കാണ്. മുഴുവനായിട്ട് നമ്മൾ ചിരട്ടയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അതിനാവശ്യമായ ചിരട്ടയാണ്. ഏകദേശം ഇങ്ങനെ 2 ചിരട്ടയും പിന്നെ ഇങ്ങനെ മൊത്തത്തിലൊരു 4 ചിരട്ട നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു പീസ് അതും കുറച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഏകദേശം നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേറൊരു പീസ് ചിരട്ട എടുത്തിട്ട് അതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ചെറിയൊരു പീസ് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അതുണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി മുറിച്ചെടുത്ത പീസുകളെല്ലാം നമ്മളൊന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ മുഴുവനായിട്ടും നമ്മൾ പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എല്ലാ പീസുകളും അതിനാവശ്യമായിട്ടുള്ളത്. അതിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ ഒന്ന് അതും കൂടി ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഈ നിലവിളക്കിൻ്റെ തിരിയിടുന്ന ഭാഗം ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഇതുപോലെ കുറച്ച് പീസുകൾ 5 പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കുറച്ച് പീസ് ഏകദേശം ത്രികോണ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ടത് പേപ്പറൊക്കെ ഇട്ട് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തിട്ട് ഫ്ലെക്സിക്കും ചിരട്ടപ്പൊടിയും തന്നെയാണ് നമ്മൾ ഇതിനെ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. അതിട്ട് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും ഗ്യാപ്പുള്ള ഇടങ്ങളിലൊക്കെ പൊടിയിട്ട് ശരിക്കും അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5 പീസ് അതുപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം ഏകദേശം ക്ലിയർ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ്. 5 തിരിയിട്ട് കത്തിക്കുന്ന വിളക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ കറക്റ്റ് വെച്ച് വരച്ചതിന് ശേഷം എന്നിട്ട് അതങ്ങനെ 5 പീസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ഗ്രൈൻഡർ ചെയ്തിട്ട് അതങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഭാഗവും വെച്ച് വരച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ വെച്ച് ഒട്ടിച്ചെടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ 5 പീസും ഏകദേശം ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മൊത്തത്തിൽ നമ്മൾ ആ ചിരട്ടപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് എടുക്കുന്നതാണ്.
താഴെ വെക്കാനുള്ള പീസിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പീസുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കൂട്ടി അതിലേക്ക് ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതങ്ങനെ വെച്ചിട്ട് അതിൽ ഗ്യാപ്പൊക്കെ ഉള്ളത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ട് വീണ്ടും അവിടെ പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തും ഇതുപോലെ ചെറിയൊരു പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിലവിളക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തും നല്ലൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ച് പിടിപ്പിക്കും. സെൻറ്റർ ഭാഗങ്ങളിൽ അതങ്ങനെ വെച്ചിട്ട് റെഡിയാണോ എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലക്സിക്ക് വെച്ചിട്ട് ആ പീസ് നമ്മളവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ പൊടിയിട്ട് അതെല്ലാം പേപ്പർ ഇട്ട് എടുക്കാനുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ മേളിലേക്ക് വരുന്ന നിലവിളക്കിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ആ സെൻറ്ററിൽ വരുന്ന ആ കൂർത്ത് നിൽക്കുന്ന ഭാഗമാണല്ലോ. അപ്പോൾ അതിനുള്ള പീസാണ് നമ്മൾ ചെറിയൊരു പീസ് ചിരട്ടയിൽ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മേളിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ആ പീസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് റൗണ്ട് പീസാക്കിയിട്ട് അത് പേപ്പറൊക്കെ ഇട്ട് കറക്റ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു ഷേപ്പാക്കി കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിൽ നീളമുള്ള പീസിൽ ചെയ്യുന്നില്ല. അതിങ്ങനെ അതിൻ്റെ ഉൾഭാഗങ്ങളിലും എല്ലായിടത്തും പൊടിയൊക്കെ ഇട്ട് ശരിക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പീസ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഫ്ലക്സിക്കൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലായിടങ്ങളിലും ശരിക്കും ഒട്ടി നിൽക്കുന്ന രീതിയിൽ അതവിടെ ഒട്ടിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഗ്രൈൻഡർ ഇട്ടിട്ട് പേപ്പർ ഇട്ടെടുക്കും. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഹോൾസുള്ള ഭാഗങ്ങളുടെ ഉള്ളിൽ ചിരട്ടപ്പൊടിയും ചിരട്ടയുടെ പീസുകളൊക്കെ ഇട്ട് നല്ല രീതിക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ല ബലത്തിൽ നിൽക്കാനും വേണ്ടിയിട്ട് വേണം അത് അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒട്ടിയെടുത്തു. പിന്നെ നമ്മളത് ഗ്രൈൻഡർ അടിച്ച് എടുത്ത് ഏകദേശം ഇതുപോലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ ഒട്ടിച്ച് നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താഴെ ഭാഗത്തും അതുപോലെ ഒരു ചിരട്ട പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ആ ഫ്ലക്സിക്ക് വെച്ചതിന് ശേഷമുള്ള ഭാഗങ്ങൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് ക്ലിയർ ആയതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഈ പീസ് വയ്ക്കുന്നുണ്ട്. അത് ചെരിവൊന്നും വരാത്ത രീതിയിൽ ശരിക്കും നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഫ്ലക്സിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് പൊടിയൊക്കെ ഇട്ട് നല്ല ബലത്തിൽ നിൽക്കണം. അതിനു വേണ്ടി പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശ ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെരിവൊന്നും വരാത്ത വണ്ണം ഇത് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചെയിൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതൊന്ന് നിർത്താനും വേണ്ടി ചെറിയൊരു കുളത്ത് രൂപത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കുളത്തിൻ്റെ ഉള്ളിലേക്ക് ആ ചെയിൻ അങ്ങ് കടത്തി വയ്ക്കുന്നേ ഉള്ളൂ. അതിലേക്ക് ഫിക്സഡ് ആക്കി വയ്ക്കുന്നില്ല. അതും ശരിക്കും പശയൊക്കെ ഇട്ട് നല്ല ബലത്തിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നല്ല രീതിയിൽ അതും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചെയിൻ. ഇനി നമുക്ക് ഈ ചെയിൻ ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി നമ്മൾ ചെറിയ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം ഇതേ രീതിയിൽ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മളിത് മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് ഗ്രൈൻഡറൊക്കെ ഇട്ട് ഉപയോഗിച്ച് ശരിക്ക് പേപ്പറൊക്കെ ഇട്ടെടുത്തിട്ട് ചെറിയ പീസുകളാക്കി
കട്ട് ചെയ്തെടുത്തിട്ട് അത് കൂട്ടി ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചെയിനിന് ആവശ്യമുള്ള രീതിയിൽ കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് കറക്റ്റ് ഒട്ടിച്ചെടുക്കും. ആദ്യം 4 പീസാക്കി ഒട്ടിച്ചെടുക്കും. എന്നിട്ട് അത് ജോയിൻ്റ് ആക്കാനുള്ളത് ഒരു യു ഷേപ്പിലാക്കിയിട്ട് 2 ഭാഗത്ത് 4 പീസ് ഒട്ടിച്ചതിൻ്റെ ഇട്ടിട്ട് നമ്മളത് ക്ലോസ് ചെയ്യും. ആ യു ഷേപ്പ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് ഇങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കുക. സെൻറ്ററിൽ വരുന്ന പീസ് യു ഷേപ്പിൽ ഇത് രണ്ടും കയറ്റി വിട്ടിട്ട് ആ യു ഷേപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 3 കൊളുത്തതിൽ വരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടോ, യു ഷേപ്പ് വയ്ക്കുക, 2 പീസ് വയ്ക്കുന്നു, എന്നിട്ടത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഇതുപോലെ കിട്ടും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയിനുകൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉണ്ടാക്കി കിട്ടും. ഏകദേശം നമ്മളിങ്ങനെ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ അതിലേക്ക് കൊളുത്ത് രൂപത്തിലാക്കിയിട്ട് ഏകദേശം ഇതുപോലെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്നുകൂടി നൈസ് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ അതിലൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിക്ക് എല്ലാ ഭാഗങ്ങളും നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളിതിന് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് കുറച്ച് റിസ്ക് എടുത്ത് ചെയ്തതാണ്. കുറേ ടൈം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനൊന്ന് ഫിനിഷിംഗ് ആയി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. എനിക്ക് തുടർന്നും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു പ്രോത്സാഹനമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ്. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ആകാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് വെളിച്ചെണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയിനിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഏകദേശം ഈ രൂപത്തിലൊന്നായി കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് സ്ലീക്ക്, നമ്മുടെ സ്ഥിരം വാർണിഷ്, അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ സംഭവം. അപ്പോൾ ഇനി നമ്മൾ സ്ലീക്ക് എടുത്തിട്ട് ആദ്യം അടിഭാഗവും മൊത്തത്തിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതങ്ങ് തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി വരുന്നുണ്ട്. ഇതിന് മൊത്തത്തിൽ നല്ലൊരു സ്റ്റൈലിഷായിട്ട് വരുന്നുണ്ട്. എല്ലായിടത്തും ഉൾഭാഗങ്ങളിലും മൊത്തത്തിൽ നമ്മളിത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൽ എണ്ണയിട്ട് തിരിയിട്ട് കത്തിക്കുകയൊന്നുമില്ല ചിരട്ടായതിന് കാരണം. ഇതൊരു ഷോക്ക് വയ്ക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. എങ്കിലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് മൊത്തത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതൊന്നും മുന്നേ ചെയ്ത് നോക്കിയതല്ല.
അതുകൊണ്ട് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ നിർബന്ധമായിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഈ ചെയിനിലും ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി അതൊന്ന് ശരിക്കും ഉണങ്ങിയതിന് ശേഷം, നല്ല വെയിലുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ സംഭവം? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുക, മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.